അപ്പോൾ നിങ്ങളും എന്നെ മാതിരി ആമസോൺ ഇതേമാതിരി ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു SSDയുടെ ഒരു ആഡ് വരിക അല്ലെങ്കിൽ പ്രൊമോഷണൽ ഓഫർ വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 5222 രൂപയാണ് ഇതിൻ്റെ അകത്ത് വില കാണിച്ചിരിക്കുന്നത്. ഹായ് ഗായ്സ്, അഴിച്ചോട്ടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന ഈ കമ്പ്യൂട്ടർ ശരിയായിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. കാര്യം എന്ന് വെച്ചാൽ ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ബാക്കിലെ കമ്പ്യൂട്ടർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ്. അപ്ഗ്രേഡ് ഇൻ ദ സെൻസ് ഓൾറെഡി അപ്ഗ്രേഡഡ് ആണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. എന്നാൽ കൂടി ഞാനൊരു SSD മേടിച്ചിട്ടുണ്ട്. 500 GB ഒരു SSD, വെസ്റ്റേൺ ഡിജിറ്റൽ ബ്ലൂ SSD ആണ്. ഇത് നമുക്ക് ആമസോണിൽ ഒരു ഓഫറിലൂടെ കിട്ടിയതാണ്. 4000 ചില്ലാൻ രൂപ ഞാൻ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ഇത് എന്തിനാണ് ഇത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്നത് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 2TB ഹാർഡ് ഡിസ്ക് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇവിടെ ഒരു ഡോക്കിംഗ് സ്റ്റേഷനിൽ അടുത്ത 2TB നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷനിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളെപ്പോഴും സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഹാർഡ് ഡിസ്കുകൾ പെട്ടെന്ന് അടിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേമാതിരി ഡോക്കിംഗ് സ്റ്റേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ഹാർഡ് ഡിസ്ക് വെച്ച് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പർപ്പസിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഈ SSD യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് പിടിപ്പിക്കാം. അതേമാതിരി തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇതാണ് നമ്മുടെ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ ബ്ലൂ 500 GB SSD വരുന്നത്. ഇത് SN570 എന്ന് പറഞ്ഞ മോഡലാണ്. ഫോം ഫാക്ടർ വരുന്നത് M2 2280 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോം ഫാക്ടറും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാം ഇതെന്താ സംഭവം എന്നുള്ളതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം എന്താണ് പോട്ടെ, വെസ്റ്റേൺ ഡിജിറ്റൽ സൗത്ത് അമേരിക്ക ടെക്നിക്കൽ സപ്പോർട്ട് പോട്ടെ. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഇതാണ് നമ്മുടെ SSD വരുന്നത്. SSDയിൽ കവർ കണ്ടോ, 500 GB വരുന്ന ഒരു ഡിവൈസാണ്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരു പെൻ ഡ്രൈവിൻ്റെ അത്രയേ ഉള്ളൂ. ഇതൊരു മെമ്മറി ചിപ്പുണ്ട്, ഇത് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ SSD വരുന്നത്. നമുക്കൊരു പണി ചെയ്യാം, ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, അതായത് ഒരു SSD തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ നിങ്ങളും എന്നെ മാതിരി ആമസോൺ ഇതേമാതിരി ബ്രൗസ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു SSDയുടെ ഒരു ആഡ് വരിക അല്ലെങ്കിൽ പ്രൊമോഷണൽ ഓഫർ വരികയാണ് എന്ന് വിചാരിക്കുക. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ 5222 രൂപയാണ് ഇതിൻ്റെ അകത്ത് വില കാണിച്ചിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ 500 GB SSD ആണ്. ഇങ്ങനെയാണ് സംഭവം കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ ഉപയോഗം ഉണ്ടോ എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ അറിയേണ്ടത്. അപ്പോൾ മേടിച്ചാൽ ഉപയോഗം ഉണ്ടോ എന്ന് അറിയാനായിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ഈ കണ്ട SSD നിങ്ങളുടെ മദർ ബോർഡായിട്ട് കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കണം. എല്ലാ SSD എല്ലാ മദർ ബോർഡുമായിട്ട് കമ്പാറ്റബിൾ ആവണമെന്നില്ല, ചിലപ്പോൾ ഈ സ്ലോട്ടേ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മദർ ബോർഡ് ഏതാണെന്ന് അറിയണം. 2 ഓപ്ഷനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാബിനറ്റൊക്കെ അഴിച്ച് പറിച്ചെടുത്ത് മദർ ബോർഡിൻ്റെ മോഡലും മേക്കും നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എളുപ്പ വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിളിൽ CPUC എന്ന് ടൈപ്പ് ചെയ്യുക. CPU-Z അല്ലെങ്കിൽ CPU-C എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ്, അതായത് ഇങ്ങനെ ഒരു സെർച്ചിൽ ഇത് വരും. ഈ വലതുവശത്ത് കാണുന്ന ഈ ഐക്കൺ കണ്ടോ, ഇതാണ് CPUCയുടെ ഐക്കൺ വരുന്നത്. അപ്പോൾ ലിങ്ക് വരുന്നുണ്ട്, അതിനകത്ത് ഡൗൺലോഡ് CPUC. ഇതൊരു ഫ്രീവെയർ ആണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. CPUC ഡൗൺലോഡ് പേജിലേക്ക് പോവുക. അതിനുശേഷം ഡൗൺലോഡ് നൗ വെച്ചിട്ട് നിങ്ങൾക്ക് CPUC ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓൾറെഡി എൻ്റെ സിസ്റ്റത്തിൽ CPUC ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ CPUC റൺ ചെയ്യണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് വേണം. CPUC ലോഡാവാനായിട്ട് ഒരു 2 മിനിറ്റോളം ടൈം എടുക്കും. കംപ്ലീറ്റ് നമ്മുടെ സിസ്റ്റം സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമേ ഓൺ ആവത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് കാണിക്കുന്നത്. ഫസ്റ്റ് പേജിൽ CPUവിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പ്രോസസ്സർ ഇൻറ്റൽ കോർ i5 ആണ്, 8400 ആണ്. കോഫി ലേക്ക് എന്നാണ് കോഡ് നെയിം വരുന്നത്. മാക്സിമം TDP 65 വാട്ട്സ്. നമുക്കിതൊന്നും അല്ല നോക്കേണ്ടത്. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മദർ ബോർഡിൻ്റെ മോഡലും അതിൻ്റെ സീരിയൽ നമ്പറൊക്കെയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മദർ ബോർഡ് എന്ന് പറയുന്നതിൻ്റെ മാനുഫാക്ചർ വരുന്നത് ജിഗാബൈറ്റ് ടെക്നോളജി കമ്പനി ലിമിറ്റഡ് ആണ്. മോഡൽ നെയിം വരുന്നത് Z370M D3H എന്ന് പറഞ്ഞ മോഡലാണ് നമ്മുടെ മദർ ബോർഡ് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഗൂഗിളിൽ തന്നെ Z370M D3H ജിഗാബൈറ്റ് എന്ന് പറഞ്ഞ കീവേഡ് നമ്മൾ സെർച്ച് ചെയ്യുക. നമ്മുടെ മദർ ബോർഡിൻ്റെ സീരിയൽ നമ്പർ വെച്ചൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ജിഗാബൈറ്റിൻ്റെ നമ്മുടെ മദർ ബോർഡിൻ്റെ തന്നെ
കംപ്ലീറ്റ് സ്പെസിഫിക്കേഷൻ വരുന്ന ജിഗാബൈറ്റിൻ്റെ സൈറ്റ് നോക്കിയിട്ട് ആ ലിങ്ക് നോക്കി തുറക്കുക. തുറന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് മദർ ബോർഡിൻ്റെ പടങ്ങളും അതേമാതിരി മദർ ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻസും എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ടാബിൽ പോവാം. നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന SSD ആയതുകൊണ്ട് തന്നെ SSD ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ഫീച്ചേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് CPU, ചിപ്സെറ്റ്, മെമ്മറി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റോറേജിൽ എക്സ്പാൻഷൻ സ്ലോട്ട്സ് നോക്കാം. എക്സ്പാൻഷൻ സ്ലോട്ട്സിൽ വരുന്നത് ഗ്രാഫിക്സ് കാർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസാണ്. പിന്നെ വരുന്നത് സ്റ്റോറേജ് ഇൻ്റർഫേസാണ്. കണ്ടോ, സ്റ്റോറേജ് ഇൻ്റർഫേസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിപ്സെറ്റ് എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് 1x M2 കണക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ M കീ കുറച്ച് ടൈപ്പ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ ഇത് നമ്മൾ നോക്കണം. അതായത് ഈ സംഭവമാണ് SSDയുടെ ടൈപ്പുകളായിട്ട് വരുന്നത്. ഇപ്പോൾ നമ്മുടെ SSD ഏത് ടൈപ്പാണെന്നുള്ളതാണുള്ള അടുത്തത് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ആമസോൺ സൈറ്റിൽ തന്നെ ചെല്ലുക. ആമസോൺ സൈറ്റിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ SN570 എന്നാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. മോഡൽ നമ്പർ SN570 എന്നാണ്. വെസ്റ്റേൺ ഡിജിറ്റൽ ബ്ലൂ എന്നാണ്. നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒരെണ്ണം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോയിക്കഴിഞ്ഞാൽ ഇവിടെ സ്ലിം M2 2280 ഫോം ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഇത് എപ്പോഴും ഒരു സെല്ലറിൻ്റെ കറക്റ്റ് ആവണമെന്നില്ല. ഞാൻ ആമസോണിൽ അങ്ങനെ കറക്റ്റായിട്ട് വിശ്വസിക്കാറില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ വെസ്റ്റേൺ ഡിജിറ്റൽ SN570 ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അതിനുശേഷം വെസ്റ്റേൺ ഡിജിറ്റൽ SN570 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ തന്നെ വെബ്സൈറ്റ് കിട്ടും. അപ്പോൾ ഒരു മാനുഫാക്ചറർ ഒരിക്കലും അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് തെറ്റില്ല. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ സൈറ്റിൽ വെസ്റ്റേൺ ഡിജിറ്റലിൻ്റെ തന്നെ സൈറ്റിൽ പോയി നമ്മൾ എടുക്കാൻ പോകുന്ന മോഡൽ 500 GB എന്ന് പറഞ്ഞ മോഡൽ സെലക്ട് ചെയ്യുക. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ സ്പെസിഫിക്കേഷൻസ് എന്ന് പറഞ്ഞ ടാബ് കിട്ടും. ആ ഫുൾ സ്പെസിഫിക്കേഷൻസ് ടാബിൽ നിങ്ങൾക്ക് കാണാൻ കപ്പാസിറ്റി 500 GB ആണ്. ഫോം ഫാക്ടർ M2 2280 ആണ്. കണ്ടോ, M2 2280. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കിയുള്ള കംപ്ലീറ്റ് സീക്വൻഷ്യൽ റീഡ് പെർഫോമൻസ്, സീക്വൻഷ്യൽ റൈറ്റ് പെർഫോമൻസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് M2 2280 എന്നുള്ള ഫോം ഫാക്ടർ. അത് തന്നെ നമ്മുടെ മദർ ബോർഡിൻ്റെ സൈറ്റിൽ ചെന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം M2 കണക്ടർ 2280 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ ഡിജിറ്റൽ SSD നിങ്ങളുടെ മദർ ബോർഡായിട്ട് മാച്ചാണ്. ഇങ്ങനെ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം ആമസോണിൽ നിന്ന് ബൈ ചെയ്യുക. ഇത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ചുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ മിക്കവാറും പലരും ഇതിൻ്റെ ആക്സറീസ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. മദർ ബോർഡിൻ്റെ IO കൺട്രോളേഴ്സാണ് ഇത് കംപ്ലീറ്റ് വരുന്നത്. ഒരു PS2 സോക്കറ്റ് ഉണ്ട്. പിന്നെ 6 USB Type 3 ഉണ്ട്. USB 3 പോർട്ടുകളുണ്ട്. അതേമാതിരി ഒരു Type C പോർട്ട് ഉണ്ട്. പിന്നെ ഡിസ്പ്ലേക്ക് വേണ്ടി ഒരു DVI ഉണ്ട്, ഒരു HDMI ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഡിസ്പ്ലേ പോർട്ടുകൾ വരുന്നത്. പിന്നെ ഒരു LAN ഉണ്ട്. പിന്നെ നമ്മുടെ 7.1 സ്പീക്കർ സിസ്റ്റത്തിൻ്റെ ഔട്ട് വരാനുള്ള ജാക്കുകൾ നമുക്കിവിടെ കൊടുക്കാം. അത് കൂടാണ്ട് പിന്നെ ഞാൻ അഡീഷണലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന സാധനമാണ് ഇത്. അതായത് ഇത് 1050 Ti. ഇത് മാത്രമാണ് ഞാൻ മേടിച്ചതിൽ ഏറ്റവും കുറഞ്ഞ പാർട്ടായി പോയത്. 1050 Ti ഗ്രാഫിക്സ് കാർഡാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ ഒരു DVI ഉണ്ട്, അതേമാതിരി ഒരു HDMI ഉണ്ട്, ഒരു ഡിസ്പ്ലേ ഔട്ടും ഉണ്ട്. ഇതാണ് വരുന്നത്. പിന്നെ ഒരു എലഗാറ്റോ ഗെയിമിംഗ് ക്യാപ്ചർ കാർഡുണ്ട്. അതായത് വേറെ ഡിവൈസുകൾ, വേറെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളുടെ ഡിസ്പ്ലേ നമുക്ക് ഈ കമ്പ്യൂട്ടറിലേക്ക് കുത്തി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എലഗാറ്റോ ക്യാപ്ചർ കാർഡ് വെച്ചിരിക്കുന്നത്. അതേമാതിരി തന്നെ വീണ്ടും ഒരു ഏവർ മീഡിയയുടെ കാർഡും കൂടെ ഡിസ്പ്ലേ ക്യാപ്ചറായിട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് മൊത്തത്തിൽ 2 ആനലോഗും അതേമാതിരി 2 HDMIയും എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും ഈ കമ്പ്യൂട്ടറിൽ നിന്ന്. ഇനി നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ നോക്കാം. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഇൻറ്റീരിയറായിട്ട് വരുന്നത്. അധികം വൃത്തിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത്യാവശ്യം ഇത് എപ്പോഴും തുറന്നിരിക്കുന്ന PC ആണ്. നമ്മുടെ ഹാർഡ് ഡിസ്കുകളായിട്ടിരിക്കുന്നത് 2 SSDകളാണ്. ഒന്ന് സാംസങ്ങിൻ്റെ SSD ആണ്, പിന്നുള്ളത് ഒരു ലെക്സാറിനാണ്. രണ്ടും 250 GB SSDകളാണ്. ഓക്കെ, മെമ്മറി വരുന്ന G-Skillൻ്റെ 2 മെമ്മറിയാണ് ഇട്ടിരിക്കുന്നത്. 32 GB ആണ് ടോട്ടൽ കപ്പാസിറ്റി. 16ൻ്റെ 2 എണ്ണമാണ് ഇട്ടിരിക്കുന്നത്. 32 GB ആണ് ടോട്ടൽ മെമ്മറി വരുന്നത്. ഇതാണ് നമ്മുടെ 1050 Tiയുടെ സൈഡ് പ്രൊഫൈൽ. എൽഗാറ്റോ ഇവിടെ ഉണ്ട്. അതേമാതിരി തന്നെ നമ്മുടെ ഏവർ മീഡിയയുടെ കാർഡും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ SSD കണക്ട് ചെയ്യാനുള്ള സ്ലോട്ട് വരുന്നത്. അതേമാതിരി SSD കറക്റ്റായിട്ട് പിടിപ്പിക്കാനായിട്ട് ഉള്ള പല തരത്തിലുള്ള ഹോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ ഒരെണ്ണത്തിൽ നമുക്ക് സ്റ്റാൻഡ് ഓഫും സ്ക്രൂയും അവർ ഫെസിലിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ SSD ഇൻസ്റ്റാൾ ചെയ്യൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ സ്ക്രൂ അങ്ങ് ഊരിയെടുക്കുക. ഇപ്പോൾ SSD ഇൻസ്റ്റാൾ ചെയ്യാൻ നേരത്ത് നമ്മൾ നോക്കുക, നമ്മുടെ റാമിൻ്റെ മാതിരി തന്നെ ഒരു വെട്ടും കാര്യങ്ങളുണ്ട്. സെയിം വെട്ട് നമ്മുടെ കണക്ടറിലും ഉണ്ട്. അപ്പോൾ ആ കണക്ടറിലേക്ക് കറക്റ്റായിട്ട് ജസ്റ്റ് SSD ഇങ്ങനെ വെച്ച് കൊടുത്ത്
ഉള്ളിലേക്ക് തള്ളിയ ഈ SSD സീറ്റിംഗ് ആയി. ഒരു ക്ലിക്കിംഗ് സൗണ്ടും കേൾക്കും. അതിനുശേഷം വേറൊന്നും ചെയ്യാനില്ല, നമ്മുടെ സ്ക്രൂ എടുക്കുക, തിരിച്ച് അതേമാതിരി തന്നെ SSD ടൈറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കണ്ടോ, SSD ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ജസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫയൽ മാനേജർ എടുത്ത് നോക്കാം. ഫയൽ മാനേജറിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് C ഡ്രൈവ് കാണാം, D ഡ്രൈവ് കാണാം, H ഡ്രൈവ് കാണാം. വേറെ ഒന്നും പ്രത്യേകിച്ച് കാണുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ എവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ കൺട്രോൾ പാനലിൽ ചെല്ലുക. കൺട്രോൾ പാനലിൽ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പറയും ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വളഞ്ഞു പോകണമെന്നൊന്നുമില്ല. നേരത്തെ പറഞ്ഞ വിൻഡോയിലേക്ക് പോകാനായിട്ട് ഡിസ്ക് management.msc എന്ന് പറയുന്ന സംഭവം, ഇങ്ങനെ ഈ ഒരു കമാൻഡ് നമ്മൾ റണ്ണിൽ ടൈപ്പ് ചെയ്താൽ മതി. അതായത് റണ്ണിൽ ഡിസ്ക് management.msc എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം വിൻഡോ തന്നെ ഓപ്പണായി വരും. കണ്ടോ, ആ സെയിം വിൻഡോയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക് ഇനീഷ്യലൈസ് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം യൂസ് ദ ഫോളോയിങ് പാർട്ടീഷൻ സ്റ്റൈൽ ഫോർ സെലക്റ്റഡ് ഡിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. MBR ഉണ്ട്, മാസ്റ്റർ ബൂട്ട് റെക്കോർഡ്, അല്ലെങ്കിൽ GUID പാർട്ടീഷൻ ടേബിൾ, GPT ഒക്കെ വലിയ ഡിസ്കിന് വേണ്ടിയിട്ടാണ്. അതൊക്കെ നമുക്ക് ആകെ 500 GB അല്ലേ ഉള്ളൂ. നമുക്ക് MBR തൽക്കാലത്തേക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ സെലക്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഇതിപ്പോൾ എന്താ അവസ്ഥയിലാണ് ഈ ഡിസ്ക് കിടക്കണമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഡിസ്ക് 2 465.76 GB അൺനോൺ ആണ്, നോട്ട് ഇനീഷ്യലൈസ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ഡ്രൈവുകളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. C ഡ്രൈവ്, D ഡ്രൈവ്, ഡിസ്ക് പാർട്ടീഷൻ 0, 521 ഹെൽത്തി, ഡിസ്ക് ന്യൂ പാർട്ടീഷൻ H 49.63 GB, ഇതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം മാത്രം ഇനീഷ്യലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇനീഷ്യലൈസ് ഡിസ്ക് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം വിൻഡോ തന്നെ വരും. ഇനീഷ്യലൈസ് ഡിസ്ക് എന്ന് പറഞ്ഞ വിൻഡോ തന്നെ വരും. നമുക്ക് MBR എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. MBR എന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓക്കെ അടിക്കാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക് ഓൺലൈൻ ആയിട്ടുണ്ട്. 465.76 GB അൺഅലോക്കേറ്റഡ് ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഫയൽ മാനേജറിൽ പോയിട്ട് ജസ്റ്റ് ദിസ് PC നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഡ്രൈവ് ലെറ്റർ ഒന്നും കാണില്ല. കണ്ടോ, CDH അത്രേ കാണുന്നുള്ളൂ. വേറെ നമുക്ക് ഫ്രീ സ്പേസ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് വീണ്ടും അതങ്ങനെ ഒരു ഡിസ്ക് ആയിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക് 2 നമ്മൾ ചെയ്യണം. ഈ അൺഅലോക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ന്യൂ സിമ്പിൾ വോളിയം എന്ന് ഓപ്ഷൻ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരു ന്യൂ സിമ്പിൾ വോളിയം വിസാർഡ് എന്ന് പറഞ്ഞൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം മാക്സിമം ഡിസ്ക് സ്പേസ്, നമ്മുടെ ഡിസ്കിൻ്റെ സ്പേസാണ് ഇവിടെ കാണിക്കുന്നത്, അത് നെക്സ്റ്റ് അടിച്ച് കളയുക. അതിനുശേഷം അസൈൻ ദ ഫോളോയിങ് ഡ്രൈവ് ലെറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അപ്പോൾ നമ്മൾ കൊടുത്തേക്കാണ്. നെക്സ്റ്റ് അടിച്ച് അടുത്ത ഓപ്ഷനായിട്ട് ചോദിക്കുന്നത് ഫോർമാറ്റ് പാർട്ടീഷനാണ്. ഈ പാർട്ടീഷൻ ഏത് ഫോർമാറ്റിൽ വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ സിസ്റ്റം വരുന്നത് NTFS ആണ്, അല്ലെങ്കിൽ എക്സ്ഫാറ്റ് ഉണ്ട്. നമ്മൾ NTFS ആണ് ചൂസ് ചെയ്യുന്നത്. ഡിഫോൾട്ട് ലൊക്കേഷനെല്ലാം ഡിഫോൾട്ടാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, WD SSD എന്ന് പേര് കൊടുക്കാം. WD SSD 500 എന്ന് നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് പെർഫോം ക്വിക്ക് പാർട്ടീഷൻ, നെക്സ്റ്റ്. അവിടെ പേര് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പേര് വെച്ച് നമ്മുടെ പാർട്ടീഷൻ കാണിക്കും. ഞാൻ ഫിനിഷ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ പേര് വന്നിട്ടുണ്ട്, E ഡ്രൈവ് വന്നിട്ടുണ്ട്, WD SSD എന്നാണ് വന്നത്. കണ്ടോ, STD 500. ഞാനവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, WD SSD എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ WD STD 500 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് വീണ്ടും മാറ്റാം. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമുക്കിവിടെ മാറ്റാം. WD SSD എന്നാക്കണമെങ്കിൽ SSD എന്നാക്കാം. SSD 500 അപ്ലൈ അടിച്ചു കഴിഞ്ഞാൽ അതിവിടെ മാറിയിട്ടുണ്ട്. കണ്ടോ, WD SSD 500. അപ്പോൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ നമ്മൾ ദിസ് PCയിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡ്രൈവ് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, CDE ഈ ഡ്രൈവിൽ 465 GB ഫ്രീ സ്പേസും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു SSD കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഒരു SSD ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല, നിസ്സാര കാര്യമുള്ളൂ. അത് ഇനീഷ്യലൈസ് ചെയ്യുക എന്നുള്ളതും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഒരു SSD സെലക്ട് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ഒന്ന് ഇച്ചിരി ടൈം എടുത്ത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ മേടിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ടുള്ള സാധനം മേടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ സാധനം വെറുതെ വേസ്റ്റ് ആയി പോകും. പിന്നെ നിങ്ങളത് OLX എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വിറ്റ് മേടിച്ച കാശ് നിങ്ങൾക്ക് കിട്ടില്ല, നഷ്ടം വരും. പിന്നെ നിങ്ങളൊരു SSD ഒക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് നോക്കി സെലക്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള SSD നോക്കി മേടിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്തിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ഉണ്ട്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്ത് അത് ഓൾറെഡി ഒന്ന് സഹായിക്കുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.